കിണറ്റിലേക്ക് സഹോദരങ്ങൾ യൂസുഫ് നബിയെ ഇട്ടതിനു ശേഷം 3 ദിവസം അല്ലാഹു തആല യൂസുഫ് നബിക്ക് തിന്നാനും കുടിക്കാനുമുള്ള എല്ലാ വസ്തുക്കളും കിണറ്റിൽ നൽകി. 3 ദിവസത്തിന് ശേഷം മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന വ്യാപാര സംഘത്തിലെ അടിമകൾക്ക് വെള്ളം കോരുന്ന സമയത്ത് യൂസുഫ് നബി ആ കിണറ്റിൽ നിന്ന് ലഭിക്കുകയായിരുന്നു. 3 ദിവസത്തിന് ശേഷം യൂസുഫ് നബി ആ കിണറ്റിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്ന സഹോദരങ്ങൾക്ക് ഇല്ലെന്ന് മനസ്സിലാക്കിയും യൂസുഫ് നബിയെ ചുറ്റും തിരികുകയും ചെയ്തു. ആ സമയത്താണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ഈ കച്ചവട സംഘത്തെ പതിഞ്ഞത്. ആ കൂട്ടത്തിൽ യൂസുഫ് നബി ഉണ്ടെന്ന് അറിഞ്ഞ സഹോദരങ്ങൾ ആ കച്ചവട സംഘത്തിന്റെ തലവനായ മാലിക്കിന്റെ അടുത്തുപോയി കാര്യങ്ങൾ അറിയുകയും ചെയ്തു. അവസാന സഹോദരങ്ങൾ ഇത് ഞങ്ങളുടെ അടിമയാണെന്ന് കള്ളം പറഞ്ഞ അവർ മാലിക് എന്ന യാത്രാ സംഘത്തിന്റെ തലവന് 20 വെള്ളിക്ക് യൂസുഫ് നബിയെ കൊടുക്കുകയായിരുന്നു. യൂസുഫ് നബിയുമായി ഈജിപ്തിലേക്ക് എത്തിയവർ യൂസുഫ് നബിയെ മുന്നിൽ നടത്തുകയും എന്നാൽ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി 1 പാവൻ ഫീസ് നിശ്ചയിച്ചു. എന്നാൽ അതൊന്നും അവിടെയുള്ള ജനങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല. അവർ വീണ്ടും വീണ്ടും യൂസുഫ് നബിയെ കണ്ടുകൊണ്ടേയിരുന്നു. ചരിത്രത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ കേൾക്കാനായി താഴെ കാണുന്ന പ്ലേ ബട്ടൺ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കുന്ന നമ്മൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.